ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഒരു സ്നാക്കായിട്ടാണ് വന്ന് നോക്കുന്നത്. 4 മണിക്കൊക്കെ ഉണ്ണികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കിടിലൻ സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ബ്രെഡ് കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്രെഡ് വിത്ത് ബനാന അങ്ങനെയൊക്കെ പറയാം. ഇഷ്ടമുള്ള പേര് നമ്മൾ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നെയ്യ് എടുത്തിട്ട് നെയ്യിൽ നമ്മൾ ബനാന റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ബനാന എടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തോക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പഴമാണല്ലോ നേന്ത്രപ്പഴം, ഉണ്ണികൾക്കായാലും നല്ലതാണ്. അപ്പോൾ ചെറിയ മധുരക്കുറവൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഓപ്ഷണലാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതും കൂടി ഇട്ടിട്ട് നെയ്യിലൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് തന്നെ റോബസ്റ്റ് പഴമൊക്കെ ആണെങ്കിൽ വെറുതെ അരിഞ്ഞിട്ടാലും മതി. ഇത് ഞാൻ പക്ഷേ നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം നെയ്യിലിങ്ങനെ വാട്ടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നെയ്യിൽ വാട്ടിയെടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുക, ബ്രെഡ് നമ്മൾ അപ്പുറം ഇപ്പുറം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് ലെയറായിട്ട് നമ്മൾ പഴം ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 3 ബ്രെഡ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2 4 ഒക്കെ എടുത്ത് ബ്രെഡ് ചെയ്യാം. ഞാൻ ഇവിടെ 3 ബ്രെഡ് എടുത്തിട്ടാണ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് വെച്ച ശേഷം അതിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച നേന്ത്രപ്പഴം അതങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ ഉണ്ടാക്കും. പിന്നെ ആ ബ്രെഡ് വെച്ചിട്ട് മേത്ത് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഒരു ബ്രെഡും കൂടി വയ്ക്കുക. അങ്ങനെ ടോട്ടൽ 3 ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മളൊന്നുമില്ല ടോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യണത്. അപ്പുറം ഇപ്പുറം ടോസ്റ്റ് ചെയ്തെടുത്താൽ ഇത് ഇതുപോലെ കിട്ടും. എൻ്റെ ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ടാണ് ഇതുപോലെ കരിഞ്ഞ പോലെ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാല്, തിളപ്പിച്ച പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ആ പാലിൽ ഇത്തിരി ഷുഗർ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ പാലിൽ നമ്മൾ അത് സോക്ക് ചെയ്യണം. ആ ബ്രെഡ് അതിലിങ്ങനെ കുതിർന്ന് കിടക്കണം. അപ്പോഴാണ് അത് ഇത്തിരി നേരം കഴിയുമ്പോൾ അത് കുതിർന്ന് നല്ല ടേസ്റ്റ് വരും. അങ്ങനെ പാല് 2 ഭാഗം അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് അത് പാലിൽ ഇങ്ങനെ സോക്കായി കിടക്കണം ബ്രെഡ്. അങ്ങനെ ഇത്തിരി നേരം കിടക്കുമ്പോൾ നമുക്ക് ഡെലീഷ്യസ് ആയിട്ട് ടേസ്റ്റ് യമ്മി ആയിട്ടുള്ള ബ്രെഡ് കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉണ്ണികൾക്കൊക്കെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.